പക്ഷെ എല്ലാവരും ആലപ്പുഴ ജില്ലയിൽ ജോലി ചെയ്യുന്നവരല്ല, ആ ബൗണ്ടറിയിലായിരിക്കാം. അപ്പൊ നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങളിലേക്ക് ആരംഭിക്കാം. നമുക്കിവിടെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ 2 സെഷനായിട്ടും പിന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ പരിചയപ്പെടുത്തൽ ഡെമോൺസ്ട്രേഷൻ, അത് അവസാനത്തെ സെഷൻ ഒരു 3/4 മണിക്കൂറും പിന്നെ കുറച്ച് സമയം ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്ങുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സാറ് പറഞ്ഞ കണക്ക് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച പിന്നെ ഒരു ഉഷാറിലായിരിക്കണം. ആർക്കും ഒരു ഇപ്പൊ ചിരിയൊക്കെ വരുന്നുണ്ട്, അതിന് മുമ്പൊരു ചിരിയൊന്നും ഇല്ല, ഇങ്ങനെ ഇരിക്കുക, എന്തോ ഭക്ഷണം കഴിക്കാത്ത എന്തോ ഒരു. എന്തായാലും ശരി, നമ്മൾ തെരഞ്ഞെടുപ്പ് നടത്തുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. നമുക്ക് ഈ ട്രെയിനിങ്ങിലൂടെ വളരെ ആയാസരഹിതമായി എളുപ്പത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ള വിവരങ്ങളൊക്കെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താം. ഇതിലെ മുൻപ് പ്രിസൈഡിങ് പോളിംഗ് ഓഫീസർമാരായിട്ട് സേവനമനുഷ്ഠിച്ചുള്ള ആരെങ്കിലും ഉണ്ടാ? കൈവപ്പിക്കുകയാണ്. ആരെങ്കിലും ഉണ്ടാ? 3 പേരേ ഉള്ള, 4 പേരേ ഉള്ള? ഉണ്ട് അല്ലെ? 5-6 പേരുണ്ട്. പുതുതായിട്ട് വന്നവരാ? അപ്പൊ അത് പുതുതായിട്ട് വന്നവരും കുറവാണ്, പിന്നെ എക്സ്പീരിയൻസ് ഉള്ളവരും കുറവാണ്. ഇതിന്റെ ഇടയിൽ നിൽക്കുന്നവരുണ്ട്. ഞങ്ങളെന്താ ചോദിക്കുന്നതെന്നറിയാം? ഇപ്പൊ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നത് 2024-ലാണല്ലോ. അപ്പൊ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു. അതിൽ പങ്കെടുത്തിട്ടുള്ള പലരും ഇവിടെ ഉണ്ടാവും. അപ്പൊ അവർക്ക് അത്യാവശ്യം ഇലക്ഷൻ കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ല ധാരണ ഉണ്ടാവും. പക്ഷെ എങ്കിൽ തന്നെയും അത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അവിടുത്തെ ഫോമുകളൊക്കെ ഇവിടെ മാറും. അവിടെ ഉപയോഗിക്കുന്ന വോട്ടിംഗ് മെഷീന്റെ രീതിയല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇനി ആരുടെയെങ്കിലും മനസ്സിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അതൊക്കെ നമ്മൾ തൽക്കാലത്തേക്കൊന്ന് ഡിലീറ്റ് ചെയ്ത് വെക്കുക. ആ മൊബൈലിൽ ഡിലീറ്റ് ചെയ്യണമെന്ന് തോന്നുന്നല്ലോ. ആയിരുന്നാ നേരത്തെ? അതെ, ആ സാറ് മൊബൈൽ എന്തോ നോക്കിയായിരുന്നു, ഡിലീറ്റ് ചെയ്യായിരുന്നു തോന്നുന്നു. അപ്പം പഴയ ഇപ്പം കാര്യങ്ങളൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കാണിട്ട് ഇപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. അവിടെ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടക്കുന്നത്. അപ്പുറത്തോട്ട് മാറിയാൽ പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ല. അപ്പൊ ഒരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഭാഗ്യവാന്മാരാ. കാരണം എന്താ? മുനിസിപ്പാലിറ്റി കിട്ടി എന്ന് പറഞ്ഞാൽ അവിടെ എങ്ങനെയാണ്? ഒരു കൺട്രോൾ യൂണിറ്റും പിന്നെ എത്ര ബാലറ്റ് യൂണിറ്റ് ഉണ്ടാവും? ഒരെണ്ണല്ലേ ഉള്ളു. പക്ഷെ അപ്പുറത്ത് എങ്ങനെയാ? പഞ്ചായത്തില് ഒരു ബാലറ്റ് യൂണിറ്റ് അല്ല, ഒരു കൺട്രോൾ യൂണിറ്റും 3 ബാലറ്റ് യൂണിറ്റും. അതായത് ഗ്രാമപഞ്ചായത്തിന്, ബ്ലോക്ക് പഞ്ചായത്തിന്, ജില്ലാ പഞ്ചായത്തിന്. അപ്പൊ ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലേക്ക് നിങ്ങളെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളതിനാൽ നിങ്ങളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. ചെറിയ രീതിയിൽ ആ ഒരു മെഷീനെ കുറിച്ച് മനസ്സിലാക്കിയാൽ മതി. എന്തായാലും ശരി, നമ്മുടെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇപ്പൊ സാറ് സൂചിപ്പിച്ചു കാണും, 2 തരത്തിലുള്ള കമ്മീഷനാണ് ഇന്ത്യയിലുള്ളത്. ഒന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, മറ്റൊന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇപ്പൊ നിയമസഭ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. എന്നാൽ നമ്മുടെ സംസ്ഥാനത്തുള്ള പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉള്ളത് ആരാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പൊ ആ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അപ്പൊ ആ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ചിട്ടുള്ള, അത് ഫോം ചെയ്തിട്ടുള്ള നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243K പ്രകാരവും അതുപോലെ ആർട്ടിക്കിൾ 243ZA പ്രകാരവുമാണ് ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നമ്മുടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയും തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടിയും ഒക്കെയായിട്ട് കേട്ടുള്ളത്. ഇപ്പം ഏതെങ്കിലും വോട്ടർ വന്നിട്ട് ഇതൊന്നും ചോദിക്കത്തില്ല, ഏത് ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണെന്നൊന്നും ചോദിക്കത്തില്ല. ഇനി അടുത്ത് പറയാൻ പോകുന്ന ഏത് പഞ്ചായത്ത് വകുപ്പിന്റെ അല്ലെങ്കിൽ പഞ്ചായത്ത് ആക്ടിന്റെ ഏത് സെക്ഷൻ പ്രകാരമാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടത്താൻ പോകുന്നതെന്നൊന്നും ചോദിക്കത്തില്ല. പക്ഷേ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള നമ്മൾ ഒന്ന് അറിയുന്നതിന് വേണ്ടി
പഞ്ചായത്ത് രാജ് ആക്ടിന്റെ 1994 ആക്ടിന്റെ സെക്ഷൻ 46 പ്രകാരവും മുനിസിപ്പാലിറ്റീസ് ആക്ടിന്റെ 102 പ്രകാരവും പിന്നെ ഇലക്ഷൻ കമ്മീഷന്റെ KPR ആക്ട് പ്രകാരവും ഒക്കെയാണ് നമ്മളെ ഇങ്ങനെ നിയമിച്ച് ഈ ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ളൊരു സജ്ജീകരണം ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ മറ്റുള്ളവരുടെ വോട്ട് എങ്ങനെ നടത്തിയെടുക്കാം എന്നാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വോട്ടിനെ കുറിച്ച് എന്തെങ്കിലും ആലോചിച്ചാൽ നമ്മുടെ സ്വന്തം വോട്ട്, ചിലരൊക്കെ അങ്ങനെയുണ്ട്. ഈ ഡെപ്യൂട്ടേഷനിൽ പോളിംഗ് ഉദ്യോഗസ്ഥന്മാരായി നിയമിക്കപ്പെട്ടു കഴിഞ്ഞാൽ സ്വന്തം വോട്ടിനെ കുറിച്ച് അങ്ങ് മറന്നേക്കുവാണ്. ഇനി ഇതൊന്ന് നടത്തി എങ്ങനെയെങ്കിലും കുളിച്ച് കയറി വരിക എന്നുള്ളതാണ് ചിന്ത. അങ്ങനെ ആകരുത്. നമുക്കും വോട്ട് ചെയ്യണം. നമുക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം നമുക്കറിയാം. പോസ്റ്റൽ ബാലറ്റ് സംവിധാനമുണ്ട്. ബ്ലോക്ക്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ഫോംസ് വേണമെങ്കിൽ ലഭിക്കും. നേരത്തെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റായ sec.kerala.gov.in എന്നുള്ള ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ പോസ്റ്റൽ ബാലറ്റിനുള്ള ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മൾ വോട്ട് ചെയ്യണം, പോസ്റ്റൽ വോട്ട് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ഇപ്പൊ ത്രിതല പഞ്ചായത്തിലേക്കാണ് നിയമിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ നമ്മൾ 3 അപേക്ഷ തയ്യാറാക്കി പോസ്റ്റൽ ബാലറ്റിന് വേണ്ടി കൊടുക്കണം. അതോടൊപ്പം നമ്മുടെ അപ്പോയിന്റ്മെന്റ് ഓർഡറിന്റെ ഒരു കോപ്പിയും വെക്കണം. അപ്പൊ 3 അപേക്ഷയും ഈ അപ്പോയിന്റ്മെന്റ് ഓർഡറിന്റെ കോപ്പിയും ഒക്കെ ആയിട്ട് ഏതെങ്കിലും ഒരു തലത്തിലുള്ള ROക്ക് കൊടുത്താൽ മതി. നമ്മുടെ തൊട്ട് വീടിന്റെ അടുത്തുള്ള പഞ്ചായത്തോ അല്ലെങ്കിൽ ബ്ലോക്കിന്റെയോ ജില്ലാ പഞ്ചായത്തിന്റെയോ റിട്ടേണിംഗ് ഓഫീസർക്ക് നൽകിയാൽ മതിയാകും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ. നേരത്തെ ഞാൻ സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഒക്കെ കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാൻ നോട്ട എന്ന് പറഞ്ഞൊരു വോട്ട് ഇവിടെ ഇല്ല. നിയമസഭ ലോക്സഭയ്ക്കാണെങ്കിൽ എന്തുണ്ട്? നമ്മൾ ആരെയും തിരഞ്ഞെടുക്കുന്നില്ല, എനിക്ക് നോട്ട മതി എന്ന് പറഞ്ഞ് താഴെ ഒരു ബട്ടൺ ഉണ്ടാകും. അപ്പൊ നോട്ട സംവിധാനം ഇവിടെ ഇല്ല. മറ്റൊരു പ്രത്യേകത, VVPAT എന്ന് പറഞ്ഞൊരു സംവിധാനവും ഇവിടെ ഇല്ല. ഇവിടെ ഈ പറഞ്ഞ കണക്ക് ഈ കൺട്രോൾ യൂണിറ്റും ഈ ബാലറ്റ് യൂണിറ്റും മാത്രമേ നമുക്കുള്ളൂ. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് നടത്താൻ എന്തായാലും തീരുമാനിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി നമുക്ക് ഒരു 5 ഫേസുകളാക്കി തിരിച്ചുകൊണ്ട് ആ ഫേസുകളിൽ ഓരോരോ ഘട്ടങ്ങളിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഒന്ന് പരിചയപ്പെടാം. അതിലൊന്നാണ് എന്തുവാ, ഇനി എല്ലാവരും കൂടി ഒന്ന് വായിച്ചോ. ഇപ്പൊ ഇതുവരെ അങ്ങോട്ട് എത്തുന്നില്ല, നമ്മുടെ ഇങ്ങനെ നോക്കി തന്നെ ഇരിക്കുകയാണ്. ഒന്നാമത്തെ ഘട്ടം എന്താണ്? ഓൺ ദ ഡേ പ്രീവിയസ് പോൾ, തലേ ദിവസം, പോളിന് മുൻപുള്ള തലേ ദിവസം. പിന്നെയോ ബിഫോർ കമൻസ്മെന്റ് ഓഫ് പോൾ, അതായത് തെരഞ്ഞെടുപ്പിന്റെ അന്നത്തെ ദിവസം രാവിലെ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുൻപ് തൊട്ടുള്ള ഒരു ടൈം ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു സമയം നമ്മൾ എന്ത് ചെയ്യണം? മൂന്നാമത് ഡ്യൂറിംഗ് ദ പോൾ. എപ്പോഴാണ് തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്ന? എത്ര മണിയാ? 7 മണി. 7 മണിക്ക് തെരഞ്ഞെടുപ്പ് ആരംഭിക്കണം. വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കണം. അപ്പൊ ആ ഡ്യൂറിംഗ് ദ പോളിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, ആ പോൾ എങ്ങനെ നടത്തുന്നു എന്നുള്ളത്. പിന്നെയോ നാലാമത് എൻഡ് ഓഫ് ദ പോൾ. പോൾ അവസാനിച്ചു കഴിഞ്ഞാൽ ഒരുപിടി കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത്. പിന്നെയോ പോൾ കഴിഞ്ഞ് ആഫ്റ്റർ ദ പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഇങ്ങനെ 5 ഘട്ടങ്ങളാക്കി നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും. അതിലെ ഒന്നാമത്തെ ഘട്ടം എന്തുവാ? ഓൺ ദ പ്രീവിയസ് ഡേ ഓഫ് ദ പോൾ. ഇനി ഇന്ന് ട്രെയിനിങ് കഴിയുന്നു, നമുക്ക് തെരഞ്ഞെടുപ്പ് എപ്പോഴാണ്? ഡിസംബർ 9-ാം തീയതിയാണ്. ആ 9-ാം തീയതിയുടെ തലേ ദിവസം രാവിലെ നമ്മുടെ 8 മണി അല്ലെങ്കിൽ ടൈം നമുക്ക് കൃത്യമായിട്ട് തന്നിരിക്കും. 9 മണി എന്നുള്ള ഏതാണോ ആ ടൈം തന്നിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ എത്തിച്ചേരാൻ പറയുക. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ ഏതാണ്? ആലപ്പുഴ സെന്റ് ജോസഫ് സ്കൂൾ അല്ലേ? അറിയാവോ? ശവക്കോട്ടപ്പാലത്തിന് സമീപം.
ഇവിടെ ഏതാണ്ട് 2 കിലോമീറ്റർ അകലെയുള്ള സെന്റ് ജോസഫ് സ്കൂളിലാണ്, ശവക്കോട്ട പാലത്തിന് സമീപമുള്ള. അവിടെയാണ് വിതരണ കേന്ദ്രത്തിൽ എത്തിച്ചേരാൻ വേണ്ടി നമുക്ക് നൽകുന്ന നിർദ്ദേശം. അന്ന് നിങ്ങൾ വന്നു കഴിയുമ്പോൾ, അതുവരെ നമുക്ക് പോളിംഗ് സ്റ്റേഷൻ ഏതാണ് എന്ന് അറിയില്ല. ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലാണ് നിയമിച്ചിട്ടുള്ളത്. 53 വാർഡുകളുണ്ട്. ഓരോ വാർഡിലും ചിലപ്പോൾ 2 പോളിംഗ് സ്റ്റേഷൻ കാണും. അപ്പൊ ഇതിലേതിലാണ് എന്ന് നമുക്കറിയില്ല. നമ്മൾ വന്നു കഴിയുമ്പോൾ ആ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ പ്രിസൈഡിംഗ് ഓഫീസറുടെ പേരും നമ്പറിനും നേരെ ഏത് പോളിംഗ് സ്റ്റേഷനിലേക്കാണ് എന്നുള്ളത് അവിടുന്ന് നോട്ടീസ് ബോർഡിലൂടെ അറിയാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്കൊരു ടീം ഉണ്ടാകും. ആരൊക്കെ അടങ്ങിയ ടീമാണ്? പ്രിസൈഡിംഗ് ഓഫീസറിനോടൊപ്പം ഫസ്റ്റ് പോളിംഗ് ഓഫീസർ, സെക്കൻഡ് പോളിംഗ് ഓഫീസർ, തേർഡ് പോളിംഗ് ഓഫീസർ, അങ്ങനെ 3 പോളിംഗ് ഓഫീസർമാരുണ്ടാകും. അവര് ടീമായി മാറുക, നമ്മുടെ പോളിംഗ് സ്റ്റേഷൻ തിരിച്ചറിയുക, ഒന്ന് പരിചയപ്പെടുക. അങ്ങനെ നാളെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ന് നമ്മൾ വിതരണ കേന്ദ്രത്തിൽ എത്തിച്ചേർന്നു. നമ്മുടെ ടീം അംഗങ്ങളൊക്കെ പരിചയപ്പെട്ടു. നമുക്ക് അടുത്തത് എന്തായിരിക്കണം? നാളെ തെരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ പോളിംഗ് മെറ്റീരിയൽസ് കളക്ട് ചെയ്യണം. ആ പോളിംഗ് മെറ്റീരിയൽസ് കളക്ട് ചെയ്യലാണ് അടുത്തത്. നമുക്ക് അവിടെ കൗണ്ടറുകൾ ഉണ്ടാകും. 1 മുതൽ 10 വരെ കൗണ്ടറുകൾ ഉണ്ടാകാം. അതിൽ 1 മുതൽ 10 വരെയുള്ള പോളിംഗ് സ്റ്റേഷൻ ഒരു സ്ഥലത്തായിരിക്കും. നമ്മൾ നമ്മുടെ കൗണ്ടർ ഏതാണെന്ന് മനസ്സിലാക്കി ആ കൗണ്ടറിൽ പോയി നമ്മൾ പോളിംഗ് മെറ്റീരിയൽസ് കളക്ട് ചെയ്യണം. അങ്ങനെ ആ പോളിംഗ് മെറ്റീരിയൽസ് കളക്ട് ചെയ്യുമ്പോൾ ഒന്നും വിട്ടുപോകാൻ പാടില്ല. ചുരുക്കി പറഞ്ഞാൽ ഉപ്പ് തൊട്ട് ഒരു പ്രയോഗം ഉണ്ടല്ലോ, കർപ്പൂരം അല്ലെ? ഇപ്പൊ അതൊന്നും പറയാത്തൊന്ന് മറന്നുപോയി. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള, അത് എഴുതിയെടുക്കണമെന്നില്ല, നമ്മുടെ മെറ്റീരിയൽസ് ആണ് ഇപ്പൊ പറയാം കേട്ടാ. ആ മെറ്റീരിയൽസ് നമ്മൾ കളക്ട് ചെയ്യണം. അതിൽ ഒന്നാമത് വരുന്നത് നമുക്കൊരു ഹാൻഡ് ബുക്ക് തരും. ഇപ്പൊ കിട്ടിയിട്ടില്ലല്ലോ. ഇവിടെ ഇരിക്കുന്നവരെല്ലാരും പ്രിസൈഡിംഗ് ആണോ ഫസ്റ്റ് പോളിംഗ് ആണോ? എല്ലാവരും ഫസ്റ്റ് ആണോ? പ്രിസൈഡിംഗ് ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല അല്ലേ? എല്ലാം ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരാണ്. അപ്പൊ നമുക്ക് അവിടുന്ന് ഹാൻഡ് ബുക്ക് കിട്ടും. നേരത്തെ വേണമെങ്കിൽ സാറ് പറഞ്ഞ കണക്ക് SCC.Kerala.gov.in കയറി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാകും? ഹാൻഡ് ബുക്ക് ഉണ്ടാകും, പോസ്റ്റൽ ബാലറ്റിനുള്ള ആപ്ലിക്കേഷൻ ഉണ്ടാകും, പോസ്റ്റൽ ബാലറ്റിന്റെ ഡിക്ലറേഷൻ ഫോം ഉണ്ടാകും. അങ്ങനെ അവിടെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇപ്പൊ ഉണ്ടാകും. പിന്നെ സ്റ്റേഷനറി ഐറ്റംസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള കൂട്ടത്തിൽ വരുന്ന സ്റ്റേഷനറി ഐറ്റംസ് മാത്രം എത്രയുണ്ട്? 28 ഉണ്ടാവും. നമ്മൾ മാസം സാധനങ്ങൾ വാങ്ങുന്നവരാണെങ്കിൽ പലചരക്കടയിലേക്ക് ലിസ്റ്റ് കൊടുത്തു വിടത്തില്ല, എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു നീണ്ട ലിസ്റ്റ്. അതുപോലെ 28 ഐറ്റം സ്റ്റേഷനറി. പിന്നെ പോളിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞുകൊണ്ട് 2 ഡിവൈസ് ഉണ്ട്. ഏതൊക്കെയാ? കൺട്രോൾ യൂണിറ്റും ഉണ്ട്, ബാലറ്റ് യൂണിറ്റും ഉണ്ട്. പിന്നെയോ അതെല്ലാം കൂടി ചേർന്നിട്ടുള്ള 7 ഐറ്റംസ്. പിന്നെ സീല് പറയുന്നുണ്ട്. എത്ര സീലാ? എത്ര സീലുണ്ട്? 4 സീലുകളുണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നൊരു സീലാണ് ഇത്. എന്തുവാണിത്? അഡ്രസ് ടാഗ് എന്നാണ് പേര്. കണ്ട, ഇതിനകത്ത് നമ്മൾ ഇലക്ഷൻ നടത്തുന്ന പോളിംഗ് സ്റ്റേഷന്റെ നമ്പരും പേരും രേഖപ്പെടുത്തണം. ഏത് മുനിസിപ്പാലിറ്റി ആണെന്നുള്ള രേഖപ്പെടുത്തണം. പിന്നെ ഏത് ഗ്രാമപഞ്ചായത്ത്, ഏത് കോൺസ്റ്റിറ്റ്യുവൻസി, ഏത് ബ്ലോക്ക് പഞ്ചായത്ത് എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഡേറ്റ് ഓഫ് പോൾ ഉണ്ട്. ഇതൊക്കെ രേഖപ്പെടുത്തണം. കൂട്ടത്തിൽ നമ്മളോടൊപ്പം ഉള്ള തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി വന്നിട്ടുള്ള, നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഏജന്റുമാരുണ്ടാകും. അവരുടെ ഒപ്പുകൾ എപ്പോഴൊക്കെ വാങ്ങാൻ പറയുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ ഇതുപോലുള്ള അഡ്രസ് ടാഗിൽ വാങ്ങിയിരിക്കണം. ആരുടെ? ഏജന്റന്മാരുടെ. അപ്പൊ അഡ്രസ് ടാഗ് ആയി. പിന്നെ അടുത്തെന്തുവാ? മറ്റൊരു സീൽ. 4 സീലിനെ കുറിച്ച് പറഞ്ഞില്ലേ? ഇതെന്തുവാ കളറ്? ഗ്രീൻ ആണ്. അപ്പൊ എന്ത് സീലാ ഇത്? ഗ്രീൻ പേപ്പർ സീല്. കേട്ടോ?
ഗ്രീൻ പേപ്പർ സീല്, ABCD എന്നൊക്കെ മാർക്ക് ചെയ്ത ഗ്രീൻ പേപ്പർ സീൽ ഉണ്ടാകും. ഇതൊക്കെ കുറച്ച് സമയം കഴിയുമ്പോൾ എങ്ങനെയാണ് വെക്കേണ്ടതെന്നൊക്കെ നമുക്ക് കാണിച്ചു തരും. പിന്നെ ഇതെന്താണ്? സ്പെഷ്യൽ ടാഗ്. സ്പെഷ്യൽ ടാഗ്. പിന്നെ ഇതെന്തുവാ? ഇവരാരും തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല, ഒന്നും മിണ്ടുന്നില്ല, ഒന്നും സംസാരിക്കുന്നുമില്ല. ABCD എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള, കണ്ട, ABCD എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള സ്ട്രിപ്പ് സീല്, ഈ 4 സീലുകൾ നമുക്ക് കിട്ടിയിരിക്കണം. അടിപൊളി ബിരിയാണിയാണ്, ഉപ്പില്ലെങ്കിൽ എങ്ങനെയാണ് എല്ലാവരും കഴിക്കുക? അതുപോലെയാണ്. ഈ 4 സീലില്ലെങ്കിൽ നമ്മുടെ തെരഞ്ഞെടുപ്പിന് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാകും. അപ്പൊ അതുകൊണ്ട് 4 സീലുകളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെന്തുവാ? 10 കവറുകൾ, ഫോം സ്റ്റാറ്റ്യൂട്ടറി 8 എണ്ണം, നോൺ സ്റ്റാറ്റ്യൂട്ടറി 10 എണ്ണം എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഫോംസിന്റെ കാര്യത്തിൽ നമ്മൾ അതീവ വറീഡാകേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒരു ബുക്കിൽ സ്റ്റാറ്റ്യൂട്ടറി, നോൺ സ്റ്റാറ്റ്യൂട്ടറി കണ്ട നമുക്ക് ബുക്കായിട്ട് തരികയാണ്. ആവശ്യമുള്ളത് നമ്മൾ കീറി എടുത്താൽ മാത്രം മതി. കണ്ടില്ലേ? നോക്കണം, വേണ്ട. അപ്പൊ ഇനി ഒന്നുകൂടി പോളിംഗ് സാമഗ്രികൾ വിശദമാക്കിക്കൊണ്ട് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒന്നാമത്തെ വോട്ടിംഗ് മെഷീൻ ഈ കാണുന്ന പെട്ടിയിൽ ലഭിക്കും. കണ്ടല്ലോ, ഇതിനകത്ത് എന്തായിരിക്കാം? കൺട്രോൾ യൂണിറ്റ്. പിന്നെ ഈ വലിയ പെട്ടിയാ, ഇതിലാണ് ബാലറ്റ് പേപ്പർ, ബാലറ്റ് യൂണിറ്റ് നമുക്ക് തരുന്നത്. ഇനി എന്താണ് ശ്രദ്ധിക്കാനുള്ളത്? രണ്ടാമത്തെ കാര്യം എന്താ? ഇത് കൺട്രോൾ യൂണിറ്റിലെ ബാറ്ററി കമ്പാർട്ട്മെന്റിൽ ശരിയായി മുദ്ര വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഇതാണ് നമ്മുടെ കൺട്രോൾ യൂണിറ്റ്. ഇതിലെ ബാറ്ററി കമ്പാർട്ട്മെന്റ് ഏതാ? സാറല്ല, നീലമ്പേരൂരിൽ നിന്ന് വന്ന, നീലമ്പേരൂരിൽ നിന്ന് വന്ന സാറല്ല. ഇത് എവിടെയാണെന്ന് അറിയാമോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എന്നോട് പറഞ്ഞായിരുന്നല്ലോ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത് മറന്നുപോയാ? ഇതിലെ ബാറ്ററി കമ്പാർട്ട്മെന്റ് ആർക്ക് പറയാം? സാറ് പറയുന്നുണ്ട്. ഏതാ സാറേ? ഇതിന്റെ തൊട്ടുതാഴ, ഡിസ്പ്ലേ പാനലിന്റെ തൊട്ടുതാഴെയുള്ളതാണ് ബാറ്ററി കമ്പാർട്ട്മെന്റ്. എന്താ പറഞ്ഞ? കമ്പാർട്ട്മെന്റ് ശരിയായ രീതിയിൽ മുദ്ര വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. ഇവിടെ സീല് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. ആ സീല് ചെയ്തിട്ടാണോ നമുക്ക് തരുന്നതെന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിരിക്കണം. പിന്നെയോ, അത് ഓൺ ചെയ്യുമ്പോൾ ബാറ്ററിയുടെ പവർ കാണിക്കും. ബാറ്ററി ഹൈ കാണിക്കും, മീഡിയം കാണിക്കും. ലോ ആണെങ്കിൽ ബാറ്ററി മാറ്റി വെക്കേണ്ടി വരും, ലോ ആണെങ്കിൽ. അപ്പൊ ബാറ്ററിയുടെ പവർ നമ്മൾ നോക്കണം. പിന്നെയോ, കൺട്രോൾ യൂണിറ്റിലെ പിങ്ക് സീൽ എന്ന് പറഞ്ഞ തെറ്റായിട്ടൊരു കാര്യം എഴുതിയിട്ടുണ്ട്. ഇത് ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് PDF അല്ല കേട്ടോ, ഒത്തിരി ഇതുണ്ട്. ഇത് വായിച്ച എന്തുവാ?